ഖന്തക്ക് യുദ്ധം നടന്നിട്ടുള്ള സ്ഥലമാണ്. നമുക്കറിയാം ഖന്തക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ 3000-ഓളം വരുന്ന സഹാബത്തിനെതിരെ 10,000-ഓളം വരുന്ന മക്ക ഖുറൈശികൾ, ഒരുപാട് ഗോത്രങ്ങളുടെ പിൻബലത്തോടു കൂടി അവർ വന്ന് യുദ്ധം ചെയ്തിട്ടുള്ള സ്ഥലമാണ്. സില പർവ്വതമാണിത്. ഇതിൻ്റെ തൊട്ട ബാക്കിലാണ് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറം മസ്ജിദ് നബവി ഉണ്ട്. പ്രവാചകൻ ഇവിടെ വന്നിട്ട് എങ്ങനെ ഇവരെ പ്രതിരോധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ അൽ ഫാരിസിയുടെ ഒരു ഐഡിയ പ്രകാരം ഇവിടെ കിടങ്ങ് ഒഴിക്കണം. ആ കിടങ്ങ് എന്ന് പറഞ്ഞത് ആ റോഡിൻ്റെ ആ സൈഡിലാണ്. അങ്ങനത്തെ ഇവിടെ 7 ആളുകൾ 7 ബാച്ചാക്കി തിരിക്കുകയാണ് പട്ടാളത്തെ. എന്നിട്ട് ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ നിന്നിട്ടുള്ള സ്ഥലമാണിത്. ഈ പള്ളി എല്ലാ ആഴ്ചയിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരുമായിരുന്നു, എന്നിട്ട് നിസ്കരിക്കുമായിരുന്നു. ഹിജ്റയുടെ 5-ാം വർഷം ഷവ്വാൽ മാസത്തിൽ ബനു ഖുറൈള ജൂത ഗോത്ര നേതാക്കൾ മക്ക ഖുറൈശികളുടെ അടുത്ത് ചെന്ന് മദീനയിലെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനും അവരെ ഇല്ലാതാക്കാനും പ്രേരിപ്പിക്കുകയും അതിനുവേണ്ട സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഏകദേശം 4000-ഓളം വരുന്ന സൈനികരും ഇവരോടൊപ്പം ചേർന്ന മറ്റു പല ഗോത്രങ്ങളിൽ നിന്നായി ഏകദേശം 6000 സൈനികരും ഉൾപ്പെടെ 10,000 പേരടങ്ങുന്ന ഒരു വൻ സൈന്യം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. ഈ വിവരം പ്രവാചകന് ലഭിച്ചു. പ്രവാചകൻ തൻ്റെ അനുയായികളുമായിട്ട് കൂടിയാലോചന നടത്തി. ഇതിൽ പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു കിടങ്ങ് കുഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഓരോ 10 പേർക്കും 40 മുഴം എന്ന കണക്കിന് സ്ഥലം വീതിച്ച് നൽകി. കഠിനമായിട്ട് പട്ടിണി കിടന്നിരുന്ന ആ സമയത്ത് വയറിൽ കല്ലുവെച്ച് കെട്ടി പ്രവാചകൻ ഉൾപ്പെടെ പ്രവാചകൻ്റെ അനുയായികൾ അതിവേഗം കിടങ്ങ് കുഴിക്കാൻ തുടങ്ങി. പ്രവാചകനും സഹാബത്തും തമ്പടിച്ചതിൻ്റെ ബാക്ക് ഭാഗത്ത് സില പർവ്വതവും മുമ്പിൽ ഇവർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിടങ്ങും, ഇതിനിടയിലാണ് ഇവരുടെ ക്യാമ്പ്. പ്രവാചകനും 3000-ഓളം വരുന്ന സൈന്യവും. ഇവരെ പ്രവാചകൻ 7 വിഭാഗങ്ങളാക്കി തിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ നേതാവിനെ നിയമിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ ഉപവിഭാഗവും അതാത് നേതൃത്വത്തിൻ്റെ കീഴിൽ ക്യാമ്പടിച്ചു. അന്ന് പ്രവാചകൻ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്ന ഒരു ചെറിയ പള്ളിയുണ്ട്. പ്രവാചകൻ ആഴ്ചയിൽ അവിടെ വന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് തൊട്ടതായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇരുന്ന പള്ളിയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്ന പള്ളി, അത് പൊളിച്ച് ഇപ്പോൾ വലിയ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കാവൽ നിന്നിരുന്ന പള്ളി ആ മലയുടെ മുകളിലായിരുന്നു, അതും ഇപ്പോൾ നിലവിലില്ല. അതിന് താഴെ അലി റളിയല്ലാഹു അൻഹു കാവലിരുന്ന പള്ളി, അതിന് തൊട്ടപ്പുറത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാവലിരുന്ന ആ പള്ളിയും ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ശത്രു സൈന്യം മുന്നോട്ട് വന്ന് വൻ കിടങ്ങ് കണ്ട് അവർ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം അവർ മുമ്പ് നേരിട്ടിട്ടില്ല. അറബികൾക്ക് ഇത് പരിചയവുമില്ല. അത് ചാടിക്കടക്കാൻ പലരും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1-2 ആളുകൾ ചാടിക്കടന്ന് കുതിരയുമായിട്ട് അവരെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവരെ വകവരുത്തി. അങ്ങനെ കാര്യമായിട്ടും അവിടെ അമ്പെഴുത്താണ് നടന്നിട്ടുള്ളത്. മുസ്ലിങ്ങളിൽ നിന്ന് 6ഓളം പേർ രക്തസാക്ഷികളായി, ശത്രുക്കളിൽ നിന്ന് 10 പേരും കൊല്ലപ്പെട്ടു. അതെല്ലാം അസ്ത്രപ്രയോഗത്തിലൂടെ തന്നെയായിരുന്നു. സാദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലെ ധമനി അറ്റുപോയി. ഈ സമയത്ത് പ്രവാചകനുമായി സഖ്യമുണ്ടായിരുന്ന ബനൂ നദീർ എന്ന് പറയുന്ന ജൂതഗോത്രം അവർ സന്ധി ലംഘിച്ചു മക്കക്കാരെ സഹായിക്കാം എന്ന് ഏറ്റിട്ടുണ്ട് എന്ന വാർത്ത പ്രവാചകന് ലഭിക്കുകയാണ്. ഇത് പ്രവാചകനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാരണം മദീനയിലൂടെ അവർക്ക് മദീനയിലുള്ള തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാനും അതേപോലെ മദീനയിലൂടെ വന്നിട്ട് ഈ മലക്ക് മുകളിലൂടെ ആക്രമിക്കാനും സാധിക്കുമെന്ന ഒരു ചിന്ത പ്രവാചകനെ അലട്ടിയിരുന്നു. പക്ഷേ അവിടെ നുഐം ബിൻ മസൂദ് എന്ന് പറയുന്ന ഒരു സഹാബി, അതിവിദഗ്ധനായ ഈ സഹാബി ഒരു തന്ത്രത്തിലൂടെ ബനൂ നദീറുകാരെയും മക്കക്കാരുടെയും സന്ധി തകർക്കുകയും അവരെ തമ്മിൽ തെറ്റിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം പ്രവാചകൻ ആ ബനൂ നദീർ ഗോത്രത്തിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷ, സന്ധി ലംഘിച്ചതിന് തക്കതായ ശിക്ഷ പ്രവാചകൻ നൽകുന്നുണ്ട്. ഏതായാലും ഇരു സൈന്യവും ഈ കിടങ്ങിന് ഇരുവശവും നിന്നുകൊണ്ട് 1 മാസത്തോളം അമ്പെഴുത്ത് തുടർന്നു, ഉപരോധം തുടർന്നു എന്നതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ കൊടും തണുപ്പുള്ള ശീതക്കാറ്റ് ഈ ശത്രുക്കൾക്ക് മേൽ അയക്കുകയും അവരുടെ ക്യാമ്പുകളെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ സൈന്യം മക്കയിലേക്ക് പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. അങ്ങനെ മുസ്ലിങ്ങൾക്ക് വലിയൊരു പോരാട്ടമൊന്നും ഇല്ലാതെ തന്നെ വിജയം സമ്മാനിച്ച ഒരു യുദ്ധമാണ് ഖന്തക്ക് യുദ്ധം. ഇന്ന് നാം അവിടെ പോകുമ്പോൾ നമുക്ക് ആ കിടങ്ങുകളൊന്നും കാണാൻ സാധിക്കില്ല. അവിടെയെല്ലാം ഇന്ന് റോഡാണുള്ളത്, റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ അന്ന് രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ മറവ് ചെയ്തത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്.
ഇപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ചുറ്റുമതിലിനുള്ളിൽ ഇവരുടെ ഖബറടക്കിയ ആ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്തസാക്ഷികളോടൊപ്പം നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.